എങ്ങനെ കാണുന്നു എ ആർ റഹ്മാന്റെ ആ ഒരു സംഗീതത്തിന്റെ ഒരു പ്രത്യേക രീതിയെ? അത് ചില നിരൂപകരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കുമ്പോൾ അത് പാശ്ചാത്യമെന്നോ ഭാരതീയമെന്നോ തിരിച്ചറിയാൻ വയ്യാത്ത വിധം സംഗീതത്തിന്റെ വിവിധ വ്യത്യസ്തമായ സംഗീത രീതികളെ സമന്വയിപ്പിച്ച ഒരു സംഗീതജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഏറെ വിമർശനങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഇപ്പോൾ സംഗീത ലോകത്തിന്റെ നെറുകയിലെത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ഓസ്കാർ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സംഗീത രീതിയെ, ശൈലിയെ എങ്ങനെ വിലയിരുത്തേണ്ടി വരും? എനിക്ക് തോന്നുന്നു, ഞാൻ അതിന് ഉത്തരം പറയേണ്ട 92-ൽ റോജ ഇറങ്ങിയപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമാണ്. അത് ഒത്തിരി ആളുകൾ അതിനെ വിമർശിച്ചു. അത് യങ്സ്റ്റേഴ്സിന് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്, അത് വളരെ ടെക്നിക്കലാണ്, ടെക്നോളജിക്കലാണ് എന്നൊക്കെ പറഞ്ഞു. പലരും പറയുണ്ടായി 1 വർഷത്തിൽ കൂടുതൽ റഹ്മാൻ നിൽക്കില്ല. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് പറഞ്ഞു 2 വർഷത്തിൽ കൂടുതൽ നിൽക്കില്ല. ഈ പറഞ്ഞ ആളുകളൊന്നും ഞാനിപ്പോൾ കാണുന്നില്ല. കാരണം റഹ്മാൻ ഇപ്പോഴും ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ത്യ കടന്നു, ഇനി വേൾഡ്, അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്നു. ഇനിയിപ്പോൾ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ എ ആർ റഹ്മാൻ എന്ന് വരെ അറിയപ്പെടുന്നൊരു വിശേഷണം ഉണ്ടായിരിക്കുകയാണ്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ലിമിറ്റ്ലെസ് ഹാപ്പിനെസ്, അതിരുകളില്ലാത്ത സന്തോഷമാണ് എനിക്കുള്ള ഇക്കാര്യത്തിൽ. ശ്രീ രാഹുൽ രാജ്, താങ്കളിലേക്ക് തിരിച്ചു വരാം.